ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ അത്യാവശ്യമായിട്ട് വരുന്ന ഒരു ഉപകരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഡിവൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറ സിസ്റ്റം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വയറിങ്ങിൻ്റെ സമയത്ത് ചെയ്യുകയാണെങ്കിൽ അത് വയറിങ്ങിൻ്റെ സമയത്ത് മുന്നേ ആ സമയത്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ ചെയ്യുന്നത് വളരെ രീതിയിൽ നമുക്ക് ചിലവ് കുറച്ച് തന്നാൽ നല്ല സേഫ്റ്റിയുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ക്യാമറയുടെ വരുന്ന ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറയുടെ സെറ്റ് കാര്യങ്ങൾ DVR കാര്യങ്ങളെല്ലാം വരുന്ന ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അത് TV-യിലേക്ക് വരുന്ന മോണിറ്റർ കാര്യങ്ങളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് HDMI കേബിളും കാര്യങ്ങളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള നെറ്റ് കേബിളും വരുന്നതിന് വേണ്ടി സെപ്പറേറ്റ് പൈപ്പുകളൊക്കെ നമ്മൾ ഫ്ലോറിലൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ രീതിയിൽ നിങ്ങൾക്ക് ചിലവ് കുറച്ച് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. അതും സേഫ്റ്റി ആയിട്ട് എപ്പോൾ വയർ കംപ്ലൈൻ്റ് ആയാലും തിരിച്ച് റിട്ടേൺ വലിച്ചെടുക്കാവുന്ന രീതിയിലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ നോക്കുക, ഇതിപ്പോൾ ഫ്ലോറിങ്ങിന് മുന്നേ, അതായത് വയറിങ്ങിൻ്റെ ചെയ്യുന്ന സമയത്ത് വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് ഫ്ലോറിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ ക്യാമറയുടെ പൈപ്പുകളെല്ലാം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ആദ്യമേ തന്നെ നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് എവിടേക്കാണ് ക്യാമറ വേണ്ടതെന്ന് തീരുമാനിക്കുക. മെയിനായിട്ട് വരുന്നത് ബാക്കിൽ 2 അല്ലെങ്കിൽ ബാക്കിൽ ഒരു ഏരിയ എല്ലാ സൈഡുകളിലുമായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഈ പോകുന്നത് സെപ്പറേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. പുറത്തെ ഭിത്തി റൂമിൽ നിന്നും ഏറ്റവും ബാക്കിലുള്ള റൂമിൽ നിന്നും ഒരു പുറത്തെ ഭിത്തിയാണ്. ആ പുറത്തെ ഭിത്തിയിലേക്ക് നമ്മൾ തുളച്ചതിന് ശേഷം പുറത്തേക്കിടെ വെട്ടി ഒരു പോയിൻ്റ് നമ്മൾ പുറത്ത് ചെയ്തിടും. അപ്പോൾ അതിന് ശേഷം കണ്ട ഈ ഏരിയയിൽ നമ്മൾ പുറത്ത് ഒരു പോയിൻ്റ്, ഒരു പൈപ്പ്, ഒരു ഇഞ്ച് പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ലൈനിൻ്റെ 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടതിന് ശേഷം ഈ ഫ്ലോറിലൂടെ നമ്മൾ വെട്ടി ഡയറക്റ്റായിട്ട് ബെൽറ്റ് വെട്ടി കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ആ പൈപ്പ് കൊണ്ടുവന്ന് നമ്മുടെ DVR ഇരിക്കുന്ന ഏരിയ എവിടെയാണോ ക്യാമറയുടെ ഫുൾ സെറ്റ് കാര്യങ്ങൾ ഇരിക്കുന്ന അവിടേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ ഈ കാണുന്ന 3-4 പൈപ്പുകളെല്ലാം അങ്ങനെ സെപ്പറേറ്റ് ക്യാമറകളായിട്ടാണ് പോകുന്നത്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരെ ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാവും. ഇത് ഫ്രണ്ട് ഏരിയയിൽ വരുന്ന റൂമിലേക്ക് പോകുന്ന ക്യാമറ. അതുപോലെ തന്നെ വീണ്ടും ഇപ്പുറത്തെ സൈഡിലെ ഫ്രണ്ട് ഏരിയയിലേക്ക് പോകുന്ന ക്യാമറ ഉണ്ടോ. ഇതും നേരെ ഇതുപോലെ തന്നെ നേരെ പുറത്തേക്ക് തുളച്ചതിന് ശേഷം, അല്ലെങ്കിൽ അകത്തേക്കടെ വെട്ടി നേരെ പുറത്തേക്ക് തുളച്ചിട്ടാലും മതി. ഈ ഭിത്തിയുടെ ഉള്ളിൽ തന്നെ അകത്ത് വെട്ടി അത് നേരെ കൊണ്ടുവന്നിട്ട് നേരെ DVRയിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതും അതുപോലെ തന്നെ ഫ്രണ്ട് ഏരിയയിൽ വരുന്ന ക്യാമറയാണ്. അതായത് നമ്മുടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ 2 പോയിൻ്റ് കൊടുക്കുക, 2 പോയിൻ്റ് ഇതുപോലെ കൊണ്ടിടുക. അപ്പോൾ നമുക്ക് 4 സൈഡും കവർ ചെയ്യാം. വേണമെങ്കിൽ ആ ഫ്രണ്ട് ഏരിയയിൽ വെക്കുന്ന ക്യാമറയിൽ തന്നെ 2 ക്യാമറ വയ്ക്കാവുന്ന സിസ്റ്റം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക് സൈഡ് കൊണ്ടുവരുന്ന ഏരിയയിൽ 2 ക്യാമറ വയ്ക്കാവുന്ന സിസ്റ്റം, 2 വയർ വലിച്ചിട്ട് ഫുൾ ഡീറ്റെയിലുള്ള വയർ വലിച്ചിട്ട് ക്യാറ്റ് കേബിൾ വലിച്ചിട്ടിട്ട് നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വൈഫൈയുടെ കാര്യങ്ങൾ നമ്മളിവിടെ ഈ TV-യുടെ ഏരിയ വരുന്നത് ഇവിടെയാണ്. ഈ TV-യിലേക്ക് നമുക്ക് ഇനി മോണിറ്ററിങ് കൊടുക്കണം. അതായത് ക്യാമറയിൽ നിന്ന് വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് TV-യിലാണ് കാണേണ്ടത് എങ്കിൽ നേരെ TV-യിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പൈപ്പ് നമ്മൾ DVR വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കാരണം ഏത് കേബിളും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു 1.25 ഒരു പവർ കേബിളും ഇട്ടിട്ടുണ്ട്. 1.25 പൈപ്പിലൂടെ നമുക്ക് ഡയറക്റ്റായിട്ട് DVR വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ആ പൈപ്പും ഇതുപോലെ തന്നെ കൊണ്ടുപോയിട്ട് DVR വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ നിന്നും വൈഫൈയുടെ കേബിൾ വരാം. അതായത് നമുക്ക് ആ DVRയിലേക്ക് വൈഫൈ കണക്ട് ചെയ്യണം. അതായത് മൊബൈലിൻ്റെ ട്രാക്കിംഗ് വഴി നമുക്ക് IP ഉപയോഗിച്ചിട്ട് നമുക്ക് ലോകത്തിൽ എവിടെ ഇരുന്ന് കാണാവുന്ന സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്യാമറ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന നമ്മുടെ വീട് മൊത്തം ക്യാമറയിൽ കാണാവുന്ന സിസ്റ്റം നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വൈഫൈ കാര്യങ്ങൾ, നെറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എങ്ങനെയാണ് പുറത്തേക്ക് തുളച്ചിട്ടിരിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉള്ളിൽ നിന്ന് തുളച്ചിട്ടിരിക്കുന്ന ആ പൈപ്പിന് സെപ്പറേറ്റ് ഒരു 4 ബോക്സാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഈ 4 ബോക്സിലൂടെ നമുക്ക് 2 ക്യാമറ ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് തിരിച്ചു വയ്ക്കാൻ സാധിക്കും. അതിലൂടെ നമ്മൾ എന്തിനാണ് 4 വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവർ കേബിളും കാര്യങ്ങളും വരുന്നത് ജസ്റ്റ് അതിൽ ഒതുങ്ങി കിട്ടുന്നതിന്, നീറ്റായിട്ടിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഒരു 4 ബോക്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യമാണോ, എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്യാമറ ചെയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തുകൂടെ സെപ്പറേറ്റ് ഒരു പൈപ്പ് അടിച്ചുകൊണ്ട് ചെയ്തുകൂടെ എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പല സ്ഥലങ്ങളിലും നമ്മൾ ക്യാമറ ചെയ്തേക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ വീട് മൊത്തം പൈപ്പ് അടിച്ച്, അതായത് നല്ല വീടുകൾ തന്നെ നല്ല പുതിയ വീടുകളിലാണെങ്കിൽ കൂടിയും വീട് മൊത്തം സൈഡിലൂടെ ഓപ്പണായിട്ട് വയറിങ് ചെയ്യുന്നതിൻ്റെ വഴിയായിട്ട് ഭയങ്കര വൃത്തികേടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ചില സ്ഥലങ്ങളിലാണ് പിന്നീട് ഒരു മെയിൻ്റനൻസ് വരുന്ന സമയത്ത് ഒരു ഏതെങ്കിലും ഒരു ക്യാമറ കട്ടായാൽ പോലും അതിലേക്കുള്ള വയർ വലിച്ചെടുക്കാൻ പോലും ഭയങ്കര കഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ ഇതൊന്നും ആലോചിച്ച് നോക്കുക, നമ്മൾ ഫ്ലോറിലൂടെ ഈ പൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലോറിലൂടെ തന്നെ ഇത്രയും വലിയ പൈപ്പ്, അല്ലെങ്കിൽ 3/4 ഇഞ്ച് പൈപ്പ് ഇട്ടതുകൊണ്ട് നമുക്ക് ഈ സ്ഥലത്തേക്ക് വരുന്ന ആ ക്യാമറയിലേക്ക് വരുന്ന വയറുകൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ കൂടി നമുക്ക് സിമ്പിളായിട്ട് വലിച്ചു മാറ്റുന്നതിന് സിമ്പിളായിരിക്കും. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ആ പൈപ്പിലൂടെ വേണമെങ്കിൽ 2-3 ക്യാമറ വരെ നമുക്ക് അതിലേക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് DVRൻ്റെ സ്ഥലത്ത്, അതായത് ക്യാമറയുടെ ഔട്ട് നമ്മൾ TV കാണുന്നതിനും
ചെയ്യാനും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടി വിയിലേക്ക് ഡയറക്റ്റ് മോണിറ്ററിങ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് സ്ഥലത്തേക്ക് നമുക്ക് വൈഫൈ കാര്യം സിമ്പിളായിട്ട് കൊണ്ടുപോകുന്നതിനും ഇപ്പോൾ ഈ ക്യാമറയുടെ പൈപ്പിൽ പുറത്തിട്ടിരിക്കുന്ന പൈപ്പിലൂടെ വേണമെങ്കിൽ നമുക്ക് വൈഫൈ അകത്തേക്ക് വലിച്ച് സെപ്പറേറ്റ് ഏത് സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും വളരെ സിമ്പിളായിട്ട് സാധിക്കും. അപ്പോൾ ക്യാമറയുടെ രീതി നമ്മളിങ്ങനെ ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചിലവ് കുറയ്ക്കാൻ സാധിക്കും, മെയിൻ്റനൻസ് കുറയ്ക്കാൻ സാധിക്കും, ക്യാമറയ്ക്ക് ലൈഫ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ DVRന് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ മാക്സിമം കുറയ്ക്കാൻ പറ്റും. എന്നാൽ വൃത്തിയായിട്ട് വീട് എപ്പോഴും വൃത്തിയായിട്ട് ഫുൾ സേഫ്റ്റി ആയിട്ടും നീറ്റായിട്ട് ഇരിക്കുന്നതിനും പൈപ്പിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പുറത്ത് പൈപ്പില്ലാതെ ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നീറ്റായിട്ടിരിക്കുന്നതിനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.